ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ബേബി ഫ്രണ്ട്ലി സദ്യ സീരീസ്. ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ പായസം ഇല്ലെങ്കിൽ പിന്നെന്ത് സദ്യ അല്ലേ? അതുകൊണ്ട് ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് പായസമാണ്. ആദ്യമായിട്ടൊരു മുഴുവൻ ക്യാരറ്റ് എടുക്കാം. ഞാനിവിടെ ഒരു മുഴുവൻ ക്യാരറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഏകദേശം പകുതിയാണ് ഉപയോഗിച്ചത്. ബേബിക്ക് ഡെസേർട്ട് ആയതുകൊണ്ട് ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതിയാകും. കൂടുതൽ ക്വാണ്ടിറ്റി വേണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ ക്യാരറ്റ് തന്നെ എടുക്കാം. ക്യാരറ്റ് ചെറിയ സ്ലൈസസ് ആയിട്ട്, ചെറിയ റെക്ടാങ്കുലർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സ്റ്റീം ചെയ്താണ് കുക്ക് ചെയ്യുന്നത്. മറ്റു റെസിപ്പികളിൽ പറഞ്ഞതുപോലെ സ്റ്റീം ചെയ്യുമ്പോൾ വെജിറ്റബിൾസിൻ്റെ ഫ്ലേവർ, കളർ, ന്യൂട്രിയൻസ് ഇതൊക്കെ നല്ല രീതിയിൽ റീറ്റെയിൻ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ക്യാരറ്റ് സ്റ്റീം ചെയ്യുന്നത്. ക്യാരറ്റ് സ്റ്റീം ആകുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് മിക്സറിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ആദ്യത്തെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ മാറ്റി വയ്ക്കാം. ശേഷം അതേ കോക്കനട്ടിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ രണ്ടാം പാലായിട്ടുള്ള തിൻ കോക്കനട്ട് മിൽക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ രണ്ട് പാലും നമ്മൾ മാറ്റി വെച്ചു. ഇപ്പോൾ സ്റ്റീം ചെയ്ത് സോഫ്റ്റായ ക്യാരറ്റ് എടുക്കാം. എന്നിട്ട് അതിനെ രണ്ടാം പാലായ തിൻ കോക്കനട്ട് മിൽക്കുമായിട്ട് ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മൂത്ത്, സ്ലൈറ്റ്ലി വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റി മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ക്യാരറ്റ് മിക്സ്ചർ ഒന്ന് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കട്ടിയുള്ള ഒന്നാം പാൽ ചേർക്കാം. നമ്മുടെ ആവശ്യമായ കൺസിസ്റ്റൻസി അനുസരിച്ച് 2-3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഇവിടെ വേണമെങ്കിൽ ഏലക്കയുടെ ഫ്ലേവർ നമുക്ക് ചേർക്കാം. ഞാൻ പക്ഷേ ഏലക്ക പൊടി ഉപയോഗിക്കുന്നില്ല. അതുമാത്രമല്ല, ഒന്നാമത്തെ കട്ടിയുള്ള പാൽ ചേർക്കുന്ന സമയത്താണ് ഞാൻ ഏലക്കയുടെ ഒരു പൗഡർ യൂസ് ചെയ്യുന്നത്. അത് ക്രഷ് ചെയ്യുകയോ പൗഡർ ആക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇത് കുഞ്ഞിന് കൊടുക്കാനുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാടമ ഫ്ലേവറൊന്നും അപ്പോൾ വേണ്ട. അതുകൊണ്ട് തന്നെ ഏലക്ക കഷ്ണം ഒന്ന് പൊളിച്ചിട്ടിട്ടാൽ മതി. ആവശ്യത്തിനുള്ള ഫ്ലേവറൊക്കെ ഇൻഫ്യൂസ് ആയിക്കോളും. അവസാനം അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുത്തു മാറ്റാനും കഴിയും. പ്രത്യേകിച്ച് നമ്മൾ ക്യാരറ്റ് പ്യൂരി കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് കാടമം പൗഡർ ചെറിയ പീസാണെങ്കിൽ പോലും നമുക്ക് ശ്രദ്ധിച്ചതിനെ എടുത്തു മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്ലേവർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രണ്ടാമത്തെ കട്ടി കുറഞ്ഞ പാലുമായിട്ട് ക്യാരറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഏലക്ക കഷ്ണം ഇട്ട് ഇൻഫ്യൂസ് ചെയ്യാവുന്നതാണ്. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇട്ട ശേഷം ഒരുപാടൊന്നും തിളപ്പിക്കണ്ട. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് മാത്രം ജെൻറ്റിലായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. ക്യാരറ്റ് പായസത്തിന് വേണ്ട കൺസിസ്റ്റൻസി എത്തിയാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കുറച്ച് നെയ്യ് ചേർക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം സെറ്റാകാൻ വിട്ടിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബേബി ഫ്രണ്ട്ലി ക്യാരറ്റ് പായസം റെഡിയാണ്. ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സദ്യ പ്രിപ്പറേഷൻ സമയത്ത് തന്നെ നമ്മുടെ ടൈം ആൻഡ് എഫേർട്ട് സേവ് ചെയ്യാൻ പറ്റും. സദ്യയ്ക്ക് വേണ്ടി മറ്റ് വെജിറ്റബിൾ സ്റ്റീം ചെയ്യുമ്പോൾ ക്യാരറ്റ് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ട് അതുകൂടി സ്റ്റീം ചെയ്തെടുക്കാം. ക്യാരറ്റ് ബ്ലെൻഡ് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് ഷേപ്പ്, സൈസ് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. പിന്നീട് അത് ബ്ലെൻഡ് ചെയ്ത് ഈ പായസത്തിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒരു ഡിഷിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഓലം പോലുള്ള മറ്റൊരു കോക്കനട്ട് മിൽക്ക് ബേസ്ഡ് കറി കൂടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് ഒരുമിച്ച് തയ്യാറാക്കിയിട്ട് ആവശ്യമായ അളവിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നിട്ട് 2 ഡിഷസിലും ഉപയോഗിക്കാം. കുഞ്ഞിന് വേണ്ടിയല്ലേ, അപ്പോൾ ഓരോ ഡിഷും ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് വേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ ബാച്ച് പ്രിപ്പറേഷൻ പ്ലസ് സ്മാർട്ട് പ്ലാനിങ് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ടൈമും എഫേർട്ടും രണ്ടും സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി ഫ്രണ്ട്ലി സദ്യ റെസിപ്പി നമ്പർ 7 ക്യാരറ്റ് പായസം. ഇനിയും കുറച്ച് റെസിപ്പീസ് കൂടി വരാനുണ്ട്. ബേബി ഫ്രണ്ട്ലി സദ്യ സീരീസ് ഫോളോ ചെയ്യാൻ മറക്കരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് റെസിപ്പി.